ഒരു വാർത്തയിലേക്ക്. വോട്ടെടുപ്പ് നടന്ന് 4 ദിവസം കഴിഞ്ഞിട്ടും അന്തിമ പോളിംഗ് കണക്ക് പുറത്തുവിടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിനെതിരെ വലിയ വിമർശനമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള പോളിംഗ് ശതമാന കണക്കുൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ അടിയന്തരമായി കമ്മീഷൻ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാന്, ഇതിപ്പോൾ അപൂർവമായൊരു സംഗതിയാണ്, ഇത്ര ദിവസം കഴിഞ്ഞിട്ടും കൃത്യമായ ഒരു കണക്ക് പുറത്തു വിടാതിരിക്കുക എന്നുള്ളത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ നൽകുന്ന വിശദീകരണം? കൂടുതൽ പരാതികൾ ഉയരാൻ സാധ്യതയുണ്ടോ? രഞ്ജിത്ത്, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ 9-ാം തീയതി വൈകിട്ട് അവസാനിച്ചതിന് ശതമാന കണക്കുകൾ ഔദ്യോഗികമായി ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തയച്ചിരിക്കുന്നത്. മണ്ഡലം അടിസ്ഥാനത്തിൽ തിരിച്ചുകൊണ്ടുള്ള പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ പുറത്തുവിടണം, പോസ്റ്റൽ ബാലറ്റിൽ എത്ര പേർ വോട്ട് ചെയ്തു, അതിന്റെ വോട്ടിംഗ് ശതമാനം എത്ര തുടങ്ങിയ കാര്യങ്ങളടക്കം ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നാണ് ആവശ്യം. തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കാൻ ഇത് അനിവാര്യമാണ് എന്നും അതുകൊണ്ട് തന്നെ അടിയന്തരമായി വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് ആവശ്യം. അല്പസമയം മുമ്പ് മന്ത്രി ബി ശിവൻകുട്ടിയും സമാനമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്ക് പുറത്തുവിടാത്തതിൽ ഒരു അസ്വാഭാവികത ഉണ്ട് എന്നാണ് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഔദ്യോഗികമായ കണക്ക് പുറത്തുവിടാത്തതിനെതിരെ വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട്. ശരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.